അലക്സാണ്ട്രീന എന്നാണ് വിശുദ്ധയുടെ മാമോദീസ പേര്. എന്നാൽ സന്യാസവ്രതം സ്വീകരിച്ചപ്പോൾ കാതറിൻ എന്ന നാമം സ്വീകരിച്ചു. ദൈവഭക്തിയായിരുന്ന അവളുടെ അമ്മൂമ്മ വഴിയാണ് അവൾ നന്മയിൽ വളർന്നു വന്നത്. അവൾക്ക് 6-നും 7-നും ഇടയ്ക്ക് വയസ്സുള്ളപ്പോൾ കന്യാസ്ത്രീ മഠത്തിൽ ചേർത്തു. അവളുടെ അമ്മായിയായിരുന്ന ലൂസിയ ഡി റിസ അവിടുത്തെ ഒരു കന്യാസ്ത്രീ ആയിരുന്നു. ദൈവം തന്റെ കരുണയുള്ള പദ്ധതികളാൽ തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുത്തു. കഠിനമായ പരീക്ഷണങ്ങളിലൂടെ അവൾ കടന്നുപോയി. 2 വർഷത്തോളം അവൾ മാരകമായ രോഗം മൂലം വിവരിക്കാനാവാത്ത വിധത്തിലുള്ള വേദന സഹിച്ചു. ഇതിന്റെ ശമനത്തിനായി ചെയ്ത മരുന്നുകളെല്ലാം വേദന വർദ്ധിപ്പിക്കുവാനേ ഉപകരിച്ചുള്ളൂ. ഈ സഹനങ്ങളെ അവളുടെ ഉള്ളിലുള്ള നന്മയെ പവിത്രീകരിക്കുകയും അവളെ സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹത്തിൽ അവൾ ആനന്ദം കണ്ടെത്തുകയും ചെയ്തു. അത്ഭുതകരമായ വിധത്തിൽ അവളുടെ ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം ആഴ്ചയിൽ 2-3 ദിവസം അപ്പവും വെള്ളവും മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉപവസിച്ചു. ചില അവസരങ്ങളിൽ അവൾ ഒന്നും തന്നെ ഭക്ഷിക്കാറില്ലായിരുന്നു. കഠിനമായ അച്ചടക്കവും കൂർത്ത ഇരുമ്പ് ചങ്ങല തന്റെ ചർമ്മത്തിന് മുകളിൽ ധരിച്ചുകൊണ്ട് അവൾ തന്റെ ശരീരത്തെയും സഹനം വഴി ശുദ്ധീകരിച്ചു. ദൈവത്തിനു ഏറ്റവും പ്രിയങ്കരമായ നന്മപ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു അവസരവും അവൾ ഒഴിവാക്കിയിരുന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ കാതറിൻ ആശ്രമത്തിലെ മുഖ്യാധിപതിയാവുകയും അവളുടെ അസാധാരണമായ ദിവ്യത്വത്തിന്റെയും വിവേകത്തിന്റെയും കീർത്തി മൂലം മെത്രാന്മാർ, രാജകുമാരന്മാർ, കർദിനാൾമാർ തുടങ്ങിയവരുടെ നിരവധി ആളുകൾ അവളെ സന്ദർശിക്കുവാൻ കാരണമായി. വിശുദ്ധ കാതറിന്റെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള ആദ്യകാല സാക്ഷ്യപത്രങ്ങൾ തികച്ചും വിസ്മയിക്കുമെന്നതാണ്. അവളെ അടുത്തറിയുന്ന ഒരു ഡൊമിനിക്കൻ വൈദികനാണ് അവളുടെ ജീവചരിത്രം രചിച്ചത്. ഫാദർ മൈക്കൽ പിയോ, ജോൺ ലോപ്പസ് എന്നിവരും വിശുദ്ധയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്.